അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്നും ഓരോ ദിക്റുകളും ദുആകളും ഒക്കെ ഇടുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോസും അല്ലെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കാണുന്ന ചില ആൾക്കാർക്കെങ്കിലും അത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം. ഖുർആൻ ഓതാനുള്ള ബുദ്ധിമുട്ട്, ചെറുപ്പത്തിൽ അറബി വായിച്ച് ശീലിക്കാതെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അറബി വായിക്കാനും പഠിക്കാനൊന്നും അവസരം കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ വലുതായ സമയത്ത് വലിയ ആൾക്കാരായ സമയത്ത് ഈ അറബി വായിക്കാനും എഴുതാനും അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയം അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഖുർആൻ മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് അമൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇങ്ങനെ ഇപ്പോൾ ഖുർആൻ ഓതാൻ അറിയില്ല, അല്ലെങ്കിൽ മുത്തുനബിയുടെ മറ്റ് സുന്നത്തുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ദിക്റുകൾ ചെല്ലാൻ കഴിയുന്നില്ല, നിസ്കാരത്തിൽ മറ്റുള്ള ദിക്റുകളൊന്നും അറിയില്ല. ഇതൊരിക്കലും അവരുടെ തെറ്റല്ല, അതറിയാത്തവരുടെ തെറ്റല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്നുണ്ടെങ്കിലും അതിന് കാരണം നമ്മുടെ അപ്പോഴത്തെ സാഹചര്യമാണ്. അത് ഒരു പക്ഷേ ആ സാഹചര്യത്തിൽ നമുക്ക് അത് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടാവില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം അന്ന് പഠിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും ഇന്നിങ്ങനെ സംഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പോട്ടെ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതാൻ അറിയാത്തവർ എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ മറ്റ് ദിക്റുകൾ ചൊല്ലാൻ അറിയാത്തവർ എന്ത് ചെയ്യണം? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളവർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും നിസ്കാരത്തിൽ ചൊല്ലാനുള്ളതൊക്കെ അറിയാമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസേന ചെയ്യുന്ന ഒരു കാര്യം അതിപ്പോൾ കണ്ടുകാണ്ടല്ലല്ലോ, കണ്ടുകാണ്ട് നമ്മൾ വായിക്കൊന്നുമല്ലല്ലോ, നമ്മൾ ഡെയിലി ചെയ്ത് ചിലപ്പോൾ ഒരുപക്ഷെ അതറിയാമായിരിക്കും. പക്ഷേ മറ്റ് കാര്യങ്ങൾ, മറ്റ് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ മറ്റാവശ്യമായിട്ടുള്ള ദിക്റുകൾ സുന്നത്തുകൾ പാലിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും. നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും കാര്യങ്ങളും സുന്നത്തുകളും ഫർളുകളും ഒക്കെ ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. അപ്പോൾ എന്തായാലും എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും ഇങ്ങനെ ഖുർആൻ ഓതാൻ അറിയാത്തവർക്കോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ദിക്റുകളൊന്നും ചൊല്ലാൻ കഴിയാത്തവർക്കോ ഒരിക്കലും ഒരു കുറ്റവുമില്ല, അവരൊരു തെറ്റും ചെയ്തിട്ടുമില്ല. ഇനി എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന്. അതിനു മുമ്പ് നമ്മുടെ ഇടയിലുള്ള അറബി വായിക്കാനും എഴുതാനും അറിയാത്ത, ഇപ്പം നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ കുറച്ച് നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ വലിയ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഇപ്പോൾ അറബി എഴുതാൻ ആവശ്യമൊന്നുമില്ല. നമുക്ക് അറബി ഏറ്റവും മെയിനായിട്ടുള്ള ആവശ്യം വായിക്കാൻ അറിയാമെന്നുള്ളതാണ്, ഖുർആൻ ഓതാൻ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അറബി അക്ഷരങ്ങളും അതെങ്ങനെ വായിക്കുക എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 20 ദിവസമാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ആ ഒരു ഇതെന്ന് പറയണത്, അപ്പോൾ കാലയളവ് എന്ന് പറയണത്. അപ്പോൾ 20 ദിവസത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുക. നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് 20 ദിവസത്തിന് വെറും 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇപ്പോൾ സാധാരണയായിട്ട് ചെറിയ കുട്ടികൾക്കാണ് ക്ലാസ് ഉണ്ടാവുക അറബി വായിക്കാനൊക്കെ. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് വലിയവർക്ക് വേണ്ടിയിട്ടും ഇനി ചെറിയവർക്ക് വേണ്ടിയിട്ടും ഏജ് ലിമിറ്റൊന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കായിരിക്കും ചേരുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത നിങ്ങളുടെ നമ്പേഴ്സ് മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ ഞാൻ ഈ ഒരു കോഴ്സിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ അതിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ ചേരാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ എല്ലാവരും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്ക് ചേരണം. നിങ്ങളെ കുട്ടികളെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അറബി അറിയില്ലാത്ത ആരെ വേണമെങ്കിലും ചേർക്കാം. നമ്മൾ 20 ദിവസം കൊണ്ട് അത്യാവശ്യത്തിന് വായിക്കാനും എഴുതാനൊക്കെ പഠിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും അറബി വായിക്കാനും അറിയാനും എഴുതാത്ത വലിയ ആൾക്കാരോ ആരുണ്ടെങ്കിലും അതിലേക്ക് ചേരുക. വെറും 500 രൂപയാണ് ഫീസ്. ഇത്രയും കുറഞ്ഞ ഫീസിലൊന്നും ആരും നിങ്ങളെ പഠിപ്പിക്കൂല, അത് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, ഖുർആൻ ഓതാൻ അറിയാത്തവർ, മറ്റ് ദിക്റുകളും കാര്യങ്ങളൊന്നും ചൊല്ലാൻ അറിയാത്തവർ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരാളുണ്ട്, ഇനിയിപ്പോൾ ആരാന്നൊന്നും വെളിപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, അവർക്ക് ഖുർആൻ ഓതാനും മറ്റു കാര്യങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ അവർ ചൊല്ലുന്നത് സ്വലാത്താണ്. സ്വലാത്ത് എന്ന് പറയുമ്പോൾ അത്രയും മഹത്തരമേറിയിട്ടുള്ളതാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അവർക്ക് ആകെ അറിയ സ്വലാത്താണ്. സ്വലാത്ത് ചെല്ലുന്നതിന് കയ്യും കണക്കുമില്ല. നമ്മൾ മറ്റുള്ള ദിക്റുകളൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ ചെല്ലുന്നത് സ്വലാത്താണ്. സ്വലാത്ത് നിരന്തരം പതിവാക്കും. അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്ക് അതിരുകളില്ല. അവരുടെ മക്കളൊക്കെ വലിയ വലിയ നിലകളിലെത്തി. അതുപോലെ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വീട്ടിൽ. അതുപോലെ തന്നെ അവരിപ്പോൾ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുറങ്ങുന്ന മണ്ണിലേക്ക് 2-3 തവണ പോയി. ഇങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവർ ചെയ്യുന്നത് എന്നും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്വലാത്ത് പതിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നമുക്ക് വായിക്കാൻ ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു കുറവല്ല, അതൊരു തെറ്റായിട്ട് കാണേണ്ടതില്ല. പകരം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പതിവാക്കുക. അതിനോടൊപ്പം തന്നെ വെറും 500 രൂപ നിങ്ങൾക്ക് മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബി മുഴുവനായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കാലത്ത് ആഗ്രഹം ഉണ്ടായിരിക്കും ഖുർആൻ ഓതണം, നല്ല രീതിയിൽ പുതിയ സുഹൃത്തുക്കളൊക്കെ ഓതണം എന്നുള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം സഫലമാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. വെറും 500 രൂപയ്ക്ക് നമുക്ക് 20 ദിവസം കൊണ്ട് അറബി സെറ്റാക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഇനി എന്തായാലും നമ്മുടെ സ്വലാത്ത് എന്ന് പറയുന്നത് എല്ലാവരും അധികരിപ്പിക്കുക. ഇനിയിപ്പോൾ അറബി അറിയുന്നവരും അറിയാത്തവരൊക്കെ അധികരിപ്പിക്കുക. അതിൻ്റെ മഹത്വങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. കാരണം ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇന്ന മഹത്വം എന്ന് പറയാനില്ല. അതിന് നമ്മുടെ ജീവിതം സൗഭാഗ്യത്തിലാക്കും അല്ലാഹു തആല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നമ്മുടെ പരലോക ജീവിതം സുഖമാവും, ഖബർ ജീവിതം സുഖമാവും, ദുനിയാവിലുള്ള നല്ല ഫലങ്ങളുണ്ട്. അല്ലാഹു തആല നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എങ്ങനെ ഞാൻ ഇന്ന കാര്യത്തിന് എന്താ പറയുക. അപ്പോൾ അത്രയും മഹത്വമുള്ള ഈ ഒരു സ്വലാത്ത് എല്ലാവരും പതിവാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആകട്ടെ. എല്ലാവരും പറഞ്ഞു നടക്കുന്നില്ല എനിക്ക് അറബി അറിയില്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാരണം ഒരാളുടെ ജീവിതം സൗഭാഗ്യത്തിലായി തീർന്നല്ല, ഒരാൾ അമൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.